നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് വിൽക്കാനുള്ള ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ നീക്കത്തെ ചെറുക്കാൻ യുവേഫ ഏതറ്റം വരെയും പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ യുവേഫ അതിശക്തമായ ഭാഷയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കി. ഇപ്പോൾ യുവേഫ ഇതാ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു. അത് ഓൺലൈൻ മീറ്റിംഗ് ആയിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അവരുടെ 55 അംഗരാജ്യങ്ങളെയും വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. വേണ്ടി വന്നാൽ വേൾഡ് കപ്പ് ബഹിഷ്കരിക്കും. ഇങ്ങനെയാണ് ഇൻഫാന്റിനോയും ഫിഫയും കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ വേണ്ടി വന്നാൽ വേൾഡ് കപ്പ് ബഹിഷ്കരിക്കുമെന്ന തീരുമാനത്തിലേക്ക് യുവേഫ പോയേക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ESPN പുറത്തുവിടുന്നത്. യുവേഫ ഈസ് ആക്സലറേറ്റിംഗ് എഫേർട്സ് ടു ഹോൾഡ് ആൻ എമർജൻസി മീറ്റിംഗ് ഓഫ് ഇറ്റ്സ് 55 മെമ്പർ അസോസിയേഷൻ ദിസ് വീക്ക്, സോഴ്സസ് ടോൾഡ് ESPN, to discuss plans including a potential World Cup boycott to oppose FIFA proposal to raise $20 billion from sale of equity to outside investors. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് വിൽക്കുക എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് വിൽക്കുക എന്നല്ല, മാത്രമല്ല വേൾഡ് കപ്പ് നടത്തിപ്പിനുള്ള അവകാശം പൂർണ്ണമായിട്ടും വിൽക്കുക എന്നല്ല. നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. പലർക്കും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ന്യൂക്ലിയർ ബോംബ് ഇൻ ഫുട്ബോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടൈംസ് ഈ കാര്യം പുറത്തുവിട്ടത്. ടെലിഗ്രാഫ് മറ്റുള്ളവരൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു. ഫിഫ അപ്പോഴും മിണ്ടുന്നുണ്ടായിരുന്നില്ല, പുറത്തു പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫിഫ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, സംഗതി ശരിയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്ന്. അത് പക്ഷേ 211 മെമ്പേഴ്സിനെയും വെച്ച് സംസാരിച്ചിട്ട് മാത്രം അവരുടെ അപ്രൂവൽ ഉണ്ടെങ്കിലേ നടത്തൂ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ കുറേ ആളുകൾ ഇതിനിപ്പോൾ അർജൻറ്റീനയുടെ തലയിലാവുമോ മെസ്സിയുടെ പുറകിലാവുമോ എന്നൊക്കെ കമൻ്റ് ഇട്ട് കളിക്കുകയാണ്. എന്താ സംഗതി എന്ന് തിരിച്ചറിയണ്ടേ? ദിസ് ഈസ് എ സീരിയസ് ഇഷ്യൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് വീണ്ടും അത് കമ്മ്യൂണിറ്റി ടാബിൽ ആ വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം യുവേഫ അതിനെതിരെ അപ്പോഴേ രംഗത്ത് വന്നു. വളരെ കൃത്യമായിട്ട് യുവേഫ പറഞ്ഞു, ഇത് പരിധി വിട്ടിട്ടുള്ള പരിപാടിയാണ്. എന്താ പ്രശ്നം? ഇവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഫിഫ ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ അതുണ്ട്, അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ വാക്കുകൾ അതിലുണ്ട്. അവർ FFE രൂപീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫിഫ ഫോർവേഡ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു കമ്പനി പോലുള്ള ഒരു സ്ഥാപനം രൂപീകരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അത് ഇവൻ്റ് ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടി, ഇൻക്ലൂഡിങ് മെൻസ് ആൻഡ് വിമൻസ് വേൾഡ് കപ്പ്. അതിൻ്റെ ഒരു പാർട്ട് 20% പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് വിൽക്കാൻ പോകുന്നു. അതാണ് വേൾഡ് കപ്പ് വിൽക്കുക എന്ന് പറയുന്നത്. അതുവഴി ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇനി ബാക്കി കൂടി കേൾക്കണം. ഇന്നലെ തന്നെ ടൈംസ് റിപ്പോർട്ട് ചെയ്ത കാര്യം, ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഈ കാര്യം ഫിഫ പ്രസിഡന്റ് ചർച്ച ചെയ്തു എന്നാണ്. ട്രംപ് ഭരണകൂടവുമായിട്ട് നല്ല ബിസിനസ്സാണെന്ന് മനസ്സിലാക്കിയിട്ട്. ഇനി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതാ പുറത്തുവിടുന്നു ESPN. ഫിഫ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി മൾട്ടിനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് ഫേമായിട്ടുള്ള JP മോർഗനുമായിട്ട് കൈകോർത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നവർ നോക്കുക, ത്രൈവ്-എറ്റേണൽ. ഈ ത്രൈവ്-എറ്റേണൽ ക്യാപിറ്റൽ ഹോൾഡിംഗ് കമ്പനിയാണ്. അത് ലോഞ്ച് ചെയ്ത ആരാന്നറിയോ? അത് ജോഷുവ കുഷ്നറാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദർ ജാഡ് കുഷ്നർ നിങ്ങൾക്കറിയും, US പ്രസിഡൻറ്റിൻ്റെ സണിൻ ലോയാണ്. അപ്പോൾ ഇതൊരു കൂട്ടുകച്ചവടമാണ് എന്നുള്ളതാണ് യുവേഫയുടെ പ്രശ്നം. യുവേഫ അതിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഫുട്ബോളിനെ നശിപ്പിക്കലാണെന്ന് യുവേഫ പറയുന്നു. യുവേഫ കൃത്യമായിട്ട് വളരെ സ്വിഫ്റ്റായിട്ട് ഇതിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയില്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞേ? ദിസ് ക്രോസസ് എ ലൈൻ ദാറ്റ് ഫുട്ബോൾസ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നെവർ ക്രോസ്. ഫുട്ബോളിൻ്റെ ഒരു ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഗവേണിംഗ് ബോഡി ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത അതിർവരമ്പുകളാണ് ഇവിടെ ലംഘിക്കുന്നത്. യുവേഫ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. എല്ലാ ദേശീയ ഫുട്ബോൾ അസോസിയേഷനുകളും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ലീഗുകൾ, ക്ലബ്ബുകൾ, പ്ലെയേഴ്സ്, സപ്പോർട്ടേഴ്സ്, ഗവൺമെൻറ്റുകൾ എല്ലാവരും ഫുട്ബോളിനെ നശിപ്പിക്കുന്നതിനെതിരെ രംഗത്ത് വരണം. ഫുട്ബോളിൻ്റെ സോളും അതിൻ്റെ കാര്യനിർവഹണങ്ങളും വിൽക്കാനുള്ള ഒരു അസറ്റല്ല, ക്രയവിക്രയത്തിനുള്ള ഒരു വസ്തുവല്ല. എസ്പെഷ്യലി വിത്ത് സീറോ ട്രാൻസ്പെറൻസി. അതാണ് അവിടെ പ്രശ്നം.
സീറോ ട്രാൻസ്പെറൻസി, ഒരു തരത്തിലുള്ള സുതാര്യവുമില്ലാതെ ആർക്കാണ് ഇതിലൂടെ ഫൈനാൻഷ്യൽ നേട്ടമെന്ന് പറയാതെ. നൺ ഓഫ് us ആർ ദി ഓണേഴ്സ് ഓഫ് ഫുട്ബോൾ. നമ്മളാരും ഫുട്ബോളിൻ്റെ ഉടമസ്ഥരല്ല. നമ്മൾ ഫുട്ബോളിൻ്റെ മുതലാളിമാരല്ല. ഫിഫയും ഫുട്ബോളിൻ്റെ മുതലാളിയല്ല. ഇറ്റ്സ് നോട്ട് ഫിഫാസ് ടു സെൽ. ഇത് ഫിഫയുടേതല്ല അവർക്ക് വിൽക്കാൻ. ഫുട്ബോൾ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിൻ്റെ ആത്മാവും അതിൻ്റെ ഭരണകാര്യങ്ങളൊക്കെ വിൽക്കാൻ അത് ഫിഫയുടെ വസ്തുവല്ല എന്ന് തന്നെ യുവേഫ വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് യുവേഫയിലെ മെമ്പേഴ്സിനോട് വിശദീകരിക്കണം, തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണമെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് 55 മെമ്പേഴ്സ് യുവേഫയിലുണ്ട്. അവരുടെ മീറ്റിംഗ് വിളിക്കുന്നത്. ഈ ആഴ്ച തന്നെ മീറ്റിംഗ് നടക്കുമെന്നാണ് റിപ്പോർട്ട്. ESPN പറയുന്നത് മീറ്റിംഗ് ഈ ആഴ്ച തന്നെ വെർച്വലി നടക്കും എന്നാണ് പറയുന്നത്. ഓൺലൈൻ മീറ്റിംഗ്. ഫിഫ നേരത്തെ 2021 പ്ലാനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? 2 വർഷത്തിലൊരിക്കൽ വേൾഡ് കപ്പ് നടത്താം. അന്നതിനെ ഇതേപോലെ ബോയ്ക്കോട്ട് ചെയ്യുന്നു പറഞ്ഞ് ചെറുത്ത് തോൽപ്പിച്ചാണ് യുവേഫ. ഇപ്പോൾ ഫിഫ 64 ടീമുകളെ വെച്ച് വേൾഡ് കപ്പ് നടത്തുമെന്ന് പറയുന്നതിനെതിരെയും യുവേഫ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതും ഇന്നലെ ഫിഫ പറഞ്ഞത് FFEയിലൂടെ $4.2 ബില്യൺ സമാഹരിക്കാൻ പറ്റും, അത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നൊക്കെയാണ്. ഈ ഷെയർ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഇക്വിറ്റി വാല്യൂഷൻ $20 ബില്യൺ. അത് ആർക്കൊക്കെ കൊടുക്കുന്നുള്ളത് അവർ സെലക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സെലക്ടിങ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഹു വിൽ പർച്ചേസ് മൈനോറിറ്റി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്നാണ് ഫിഫ പറഞ്ഞത്. അതായത് കളി നടത്തിപ്പും കലണ്ടറിൻ്റെ കാര്യത്തിലൊന്നും ഈ ഇൻവെസ്റ്റേഴ്സിന് ഒരു അധികാരവും ഉണ്ടാവില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് ഫിഫയുടെ പ്രസിഡന്റ് അതിനെ പറഞ്ഞത്, ദിസ് ഈസ് അബൌട്ട് ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഫുട്ബോൾ വേൾഡ് വൈഡ്. ലോകം മുഴുവനും ഫുട്ബോളിനെ ഡെമോക്രറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം. യുവേഫ അതിനെതിരെ ശക്തമായിട്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പ് ഇപ്പം ഫിനിഷായിട്ടുള്ള വേൾഡ് കപ്പ് ഉണ്ടല്ലോ, ഒരുപാട് തരത്തിൽ ട്രംപും ഇൻഫാന്റിനോയും തമ്മിലുള്ള പൊളിറ്റിക്കൽ ആൻഡ് ബിസിനസ് ഡീലുകൾ ഉറപ്പിക്കാനുള്ളൊരു പരിപാടിയായി മാറിയിട്ടുണ്ട് എന്ന് പലരും നിരീക്ഷിക്കുന്നുമുണ്ട്. ഏതായാലും ഈ വിഷയത്തിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്തിരിക്കുകയാണ് യുവേഫ. അതുപോലെ തന്നെ ലോക നേതാക്കൾ ഇതിൽ പ്രതികരിക്കണം എന്ന് യുവേഫ പറയുന്നുമുണ്ട്. ഇപ്പോൾ UK പ്രധാനമന്ത്രി ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. UK പ്രൈം മിനിസ്റ്റർ ആൻഡി ബെൻഹാമിൻ്റെ ആ ഒരു പ്രതികരണം, അത് അദ്ദേഹം ഈ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സിൽ പറഞ്ഞു, ഫുട്ബോൾ ഡസ് നോട്ട് ബിലോങ് ടു ഇൻവെസ്റ്റേഴ്സ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ ഫുട്ബോളിനെ പൂർണ്ണമായിട്ടും കച്ചവടവൽക്കരിക്കാനും ഫുട്ബോളിൻ്റെ ആത്മാവ് തന്നെ വിൽക്കാനുമുള്ള ഫിഫയുടെ പരിപാടിക്കെതിരെ വേൾഡ് കപ്പ് തന്നെ ബഹിഷ്കരിച്ച് കളയും എന്നുള്ള ത്രട്ടുമായിട്ട് യുവേഫ നേരിടുകയാണ്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.